ഗുഡ് ഈവനിങ് ടു എവറി വൺ. ഇന്നത്തെ ഈ സായം സന്ധ്യയിലേക്ക് പുതിയ ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എവരിബഡി സേ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടും പറയാനുള്ള ഏറ്റവും സന്തോഷപൂർവമായ കാര്യമാണ് നിങ്ങൾ എല്ലാവരും നല്ല റിസൾട്ടുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു വീഡിയോ ഇത്രയും ലെങ്ത് 1.5 മണിക്കൂർ ഉള്ള വീഡിയോ 6000-7000 ആൾക്കാരൊക്കെ ഒരു 12 മണിക്കൂറൊക്കെ എത്തുന്നു പറയുന്നത് വലിയൊരു വിജയമായി തന്നെ കരുതുന്നു. എല്ലാം ഒരു കടാക്ഷം പോലെ നടക്കുന്നു. നിങ്ങളൊക്കെ ജീവിതത്തിൽ മാറ്റമുണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിലുള്ളവർ നിങ്ങൾ ലൈവായിട്ടല്ലേ കാണുന്നു, പക്ഷെ യൂട്യൂബിന്റെ കമന്റുകൾ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇരുന്ന് ആലോചിച്ചു. ഇന്നലെ ഖത്തറിന്ന് മറ്റൊരാൾ വിളിച്ചിരുന്നു. പുള്ളി ഡയറക്റ്റ് വിളിച്ചു പറയായിരുന്നു, ഞാൻ ഇതൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ, പക്ഷെ കണ്ടതിന് ശേഷം ഞാൻ എല്ലാ വീഡിയോയും കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി സാറിന്റെ ഒരു ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി എന്നുള്ള. അപ്പം അത്രയും 5000-6000 ആൾക്കാരൊക്കെ 12 മണിക്കൂർ ഈ 1 മണിക്കൂറിന്റെ വീഡിയോ ഇരുന്ന് കാണുക എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് വേണ്ടത് എന്തോ നമുക്കിവിടെ നൽകാൻ സാധിക്കുന്നു എന്നാണ്. അതിന് എപ്പോഴും സർവേശ്വരന് മുന്നിൽ ആ പാദങ്ങളിൽ അല്ലെങ്കിൽ സർവേശ്വരന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം ഇതൊന്നും നമ്മളല്ല, നമ്മളിവിടെ ഒരു ചാലകം മാത്രമാണ് എന്നും പറയുന്നു. അത് തന്നെയാണ് നമ്മളിലെ ഓരോ ആളും. നിങ്ങളിൽ മാറ്റമുണ്ടാകാൻ ചിലപ്പോൾ എന്റെ 2 വാക്കുകളാവാം. ഇന്നൊരു സഹോദരി വളരെ സങ്കടത്തോടു കൂടി വന്നതാണ്. സങ്കടം എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സങ്കടത്തോടുകൂടി വന്നതാണ്. 7 മണിക്കൂർ ആദ്യം അത്രയും വിഷമുള്ള ഒരു കാര്യമാണ് അവർ ജീവിതത്തിൽ നടന്നത്. അവരെ സംബന്ധിച്ച് വളരെ വിഷമമുള്ള കാര്യം. പക്ഷെ അതിനെ അനലൈസ് ചെയ്ത് കൊണ്ടുവന്ന് അവസാനം ഒരു പോയിന്റിൽ എത്തിയപ്പോൾ അവർക്കും തോന്നി, എന്തിനാണ് ഞാനവിടെ സങ്കടപ്പെടേണ്ട ആവശ്യത്തെ, അവിടെ ഒരു സാധനം ആവശ്യമേ ഇല്ലാത്ത വിഷയമാണെന്ന് മനസ്സിലായി. അപ്പോ വലിയ വിഷയങ്ങളെന്ന് നമ്മൾ കരുതുന്ന വലിയ വിഷയങ്ങളായ കാര്യങ്ങളെ നമുക്ക് ഒരു നിമിഷം കൊണ്ട് തന്നെ ചെറിയ വിഷയങ്ങളാക്കി മാറ്റാൻ പറ്റും. അത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത്. വലിയൊരു കുന്നിന്റെ വലിയൊരു കല്ലിന്റെ മുകളിൽ കല്ലിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഇത് വലുതാണല്ലോ എന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒന്ന് താഴോട്ട് നോക്കിയാൽ കാണും അവിടെ ഒരു ചെറിയ കല്ല് കൂടി ഉണ്ടാവും. അപ്പൊ ആ കല്ലിന്റെ ചിന്ത എന്തായിരിക്കും? ഇയാൾ ഇത്രയും വലുത്, ഈ കല്ല് ഇത്ര വലിയ കല്ലിനെ നോക്കി ചെറിയ കല്ല് എപ്പോഴും എന്തായിരിക്കും? നമ്മൾ ഒരു നിമിഷമാണ് അവിടെ എത്തിയിട്ടുള്ളത് അല്ലെ? നമ്മൾ ആ കല്ല് കാണാൻ ഒരു നിമിഷമേ പോയിട്ടുള്ളൂ. പക്ഷെ എന്നും അതിന്റെ അടുത്തുള്ള കരക്കല്ലുകളുടെ അവസ്ഥ എന്തായിരിക്കും? അതൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ നമ്മുടെ വിഷയങ്ങളൊന്നുമല്ല, ഇതൊന്നും വലിയ വിഷയങ്ങളെ അല്ല എന്ന് മനസ്സിലാവും. അവിടുന്ന് ഒരു തിരിച്ചറിവ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാതിരിക്കുമെന്ന് മാത്രം ഓർക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം, ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ പ്രശ്നത്തിലേക്ക് കടക്കാം അല്ലെ? അതാണല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലെ? നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം പറ്റുമോ? എന്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുമോ? അല്ല, ഇവിടെ പ്രശ്നം തന്നെ ഉപയോഗിക്കണം കേട്ടോ. അത് നിങ്ങളല്ല ഉപയോഗിക്കുന്നത്, മറ്റുള്ളവർ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. ഇത് മനസ്സിലാക്കാതെ പോകാൻ പറ്റില്ല. പഠിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾ അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുമോ? എത്ര പേർക്ക് പറയാൻ പറ്റും? ആ ഒന്നുമില്ല, പറ്റുമോ പറ്റില്ല, യെസ് ഓർ നോ, യെസ് ഓർ നോ. പോരട്ടെ ഇതിങ്ങനെ വരട്ടെ, നിങ്ങളിൽ നിന്ന് വരട്ടെ. സ്പീഡില്ല, നെറ്റിന് സ്പീഡ് ഉണ്ടല്ലോ, ഇവിടെ എന്താ സ്പീഡില്ലാത്തത്? വിഷയം വരട്ടെ. അവിടെ ഒരാൾ വന്നു, വിഷയമല്ലേ? അല്ല, അങ്ങനെയല്ല. ഇവിടെ നമ്മള് ഒരു പോയിന്റിനെയാണ് ചർച്ച ചെയ്യുന്നത്. അത് നിങ്ങൾ ജീവിതത്തിലേക്ക് എടുക്കരുത് എന്നാ പറഞ്ഞത്. ആ പോയിന്റിന് നമ്മൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ ജീവിതത്തിൽ എടുക്കുമ്പോൾ അതിനെ വിജയമാക്കി മാറ്റുക. ഇപ്പോൾ നമുക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, ഇതിൽ പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ നിന്ന് പുറത്തു കിടന്ന് നിങ്ങൾക്ക് ഇതിനെ യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കാനുള്ളതാണ് ഇന്നത്തെ സംസാരം. അല്ലെങ്കിൽ ഇതിൽ പെട്ട് നിൽക്കുന്ന കോടി ജനങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ സംസാരം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും പറയുന്നു പറ്റുമെന്ന് അല്ലെ? അപ്പൊ പിന്നെ എന്തിനാണ് ഇത്രയും കാലം? ഇതിപ്പോ ഇപ്പോൾ അറിഞ്ഞ തിരിച്ചറിവാണോ നിങ്ങൾ? ഇപ്പോഴിവിടെ ദിനേശ് സാറിന്റെ അടുത്ത് വന്ന് ഈ ഒരാഴ്ചയായിട്ട് അറിഞ്ഞ തിരിച്ചറിവാണോ ഈ പറഞ്ഞ യെസ്? അല്ലല്ലോ, മുമ്പ് നിങ്ങൾക്ക് അറിയാമായിരുന്നു. ആണോ? എനിക്ക് തോന്നുന്നില്ല. ദിനേശ് സാറിന് ഒരാഴ്ച കൊണ്ട് നിങ്ങളെ ഈ വിഷയങ്ങളിലൊക്കെ പ്രശ്നങ്ങളെ വിഷയങ്ങളാക്കി മാറ്റാൻ പറ്റി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അല്ല എന്ന് പറയും.
ഇത് ഞാൻ എന്തോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നിങ്ങളിലുള്ളത് മാത്രമാണ്. നിങ്ങളില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ യാത്രയിൽ നിങ്ങളിലില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ഞാൻ പറഞ്ഞതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് മനസ്സിലാക്കണം. സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയ കാര്യമാണ്. ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തത് ചില ബട്ടനുകൾ കാണിച്ചു തരിക ചെയ്തത്. ഇതിവിടെ കിടക്കണു, ഇതിവിടെ കിടക്കണു, ഇതിവിടെ കിടക്കണു, ഇതിവിടെ കിടക്കണു മാത്രമേ ഞാൻ ചെയ്തു. അപ്പോ ഈ വിഷയം നമ്മളിൽ എല്ലാവർക്കും ഉള്ളതാണ്. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ എപ്പോഴും ഇനി ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ചെറിയൊരു കഥയുണ്ട്. അത് ബുദ്ധനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ബുദ്ധനാണോ എന്നല്ല, ഇത് ശിഷ്യത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബുദ്ധൻ എല്ലാ ദിവസവും ഒരു മരത്തിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ശിഷ്യർക്ക് ബോധോദയം നൽകാനായിട്ട്, ശിഷ്യർക്ക് പഠിപ്പിക്കാനായിട്ട് എന്ന് പറയാം, പഠിപ്പിക്കാനായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാർ എല്ലാവരും രാവിലെ പഠിക്കാൻ ആ ഗ്രാമത്തിലെ ആൾക്കാർ എല്ലാവരും അവിടെ വന്നിരിക്കും. ബുദ്ധൻ അവിടെ ഇരിക്കും, മണിക്കൂറുകളോളം ഇങ്ങനെ സമാധിയിലിരിക്കും. ഓരോ ആളും വന്നവരെല്ലാം അവിടെ വളരെ സൈലന്റ് ആയിട്ടിരിക്കും. മണിക്കൂറുകൾ ഇരുന്ന് കഴിയുമ്പോൾ അവരെല്ലാം കണ്ണുനീർ വാഴ്ത്തിക്കൊണ്ട് ഗുരുവിന്റെ പാദങ്ങൾ അർപ്പിച്ചിട്ട് അവർ തിരിച്ചു പോകും. അങ്ങനെ കുറേ ദിവസം തുടർന്നു. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ആ നാട്ടിലെ ഒരു നാട്ടുകാരനുണ്ടായിരുന്നു. അയാൾക്ക് ഇതൊന്നും വലിയ വിശ്വാസമില്ല. അയാൾ ഒരു ദിവസം വന്നിട്ട് ഈ ഇരിക്കുന്ന ആളെ വലിയ വടിയെടുത്തിട്ട് ഓടിച്ചു. എന്താണ് ഈ മനുഷ്യന് മുമ്പിൽ ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. എന്താ അവിടെ പോയിരിക്കുന്നു. കുറെ കഴിഞ്ഞിട്ട് എല്ലാവരും കണ്ണ് നിറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. അപ്പൊ കണ്ണ് നിറഞ്ഞു പോകുന്നവരുടെ അടിച്ചു കൊടുക്കുക, നീ എന്തിനാണ് കഴിയുന്നത് ഇവിടെ കിടന്നിട്ട്, എന്താ നിനക്ക് കിട്ടിയത്? അപ്പോഴവൻ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും പ്രധാനം. ഞാൻ എന്ത് തേടിയിട്ടാണോ ഗുരുവിന്റെ മുമ്പിൽ വന്നത്, ഞാൻ എന്തിന് പരിഹാരം തേടിയിട്ടാണോ വന്നത്, അതിന്റെ കൃത്യമായ ഉത്തരം ഗുരു എനിക്ക് തന്നപ്പോ എനിക്ക് ആനന്ദാശ്രുക്കളാണ് ഉണ്ടായത്. ആ ആനന്ദാശ്രുക്കളാണ് എന്നെ ഇനിയും വരാനുള്ളത്. നിങ്ങൾ തല്ലിയാലും ഓടിച്ചാലും ഞാൻ വരും. നാളെ എനിക്കൊരു വിഷയമുണ്ടെങ്കിൽ അതിന് പരിഹാരം തേടി ഞാൻ വരും എന്നുള്ള ഒരു മറുപടി. അപ്പോൾ ഗുരു ശിഷ്യ സംവാദം എന്ന് പറയുന്നത് എപ്പോഴും വാക്കുകളിൽ കൊണ്ടാവണമെന്നില്ല. വാക്കുകളുടെ അപ്പുറത്തേക്ക് അതെങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുന്നത് എന്നാണ്. ഒരു ശിഷ്യ സംവാദം എപ്പോഴും ഹൃദയങ്ങൾ കൊണ്ടുള്ള സംവാദമായിരിക്കും. അതിന് ജ്ഞാനത്തെ അല്ലെങ്കിൽ അജ്ഞാനത്തെ മാറ്റി ജ്ഞാനമാക്കി മാറ്റിയാൽ മാത്രം മതി. അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട, ഒറ്റ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. രണ്ടും ജ്ഞാനം തന്നെയാണ്. ആ ജ്ഞാനത്തെ ഒന്ന് ജ്ഞാനമാക്കി തിരിച്ചറിഞ്ഞു കൊടുത്താൽ മതി. ഇതല്ല ഇതാണെന്ന് പറഞ്ഞാൽ മാത്രം മതി, എല്ലാം ശരിയാവും. ഇതെല്ലാം ഉണ്ട് എല്ലാവരിലും. ജനിച്ച് വീഴുന്ന ഈ ഭൂമിയിൽ ജനിച്ച അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലേക്ക് വന്ന എല്ലാത്തിലും ഓൾറെഡി പ്രീ പ്രോഗ്രാംഡ് ആണ്. ഒന്നും ഇല്ലാതെ ഇല്ല. ഇതെല്ലാം അവിടുന്ന് സ്വാംശീകരിച്ചെടുത്തോളും. അതിനൊന്ന് തൊട്ടുകൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ വിഷയം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ, എങ്ങനെ പരിഹാരമുണ്ടാക്കാം. എല്ലാവരും നിങ്ങളുടെ ഇപ്പോഴുള്ള ഇമോഷൻ ഒന്ന് എഴുതൂ. ഐ ആം സാഡ്, ഐ ആം സാറോ, ഐ ആം ഡിസ്പ്രസ്ഡ്. അല്ലെ, ഞാൻ ഇന്നലെ അല്ലെ, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഇമോഷൻ എന്താണ്? ഞാൻ പറഞ്ഞപ്പോ ഇതിപ്പോ ഉണ്ടോ എന്നായിപ്പോ അല്ലെ. അത് നിരന്തരമുള്ള പ്രക്രിയയാണ്. നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല എല്ലാ ദിവസവും. ഒന്ന് റെഡിയും, ഒന്ന് മറ്റൊരു കാര്യവും. എന്താണ്? റെഡി എന്ന് പറഞ്ഞില്ലേ പറയണേ, റെഡി ആവണേ. റെഡി ആയില്ലെങ്കിൽ പറ്റില്ല. ഐ എം ഹാപ്പി, ഐ എം ഹാപ്പി, ഐ എം ഹാപ്പി, ഐ എം കാം ആൻഡ് ഹാപ്പി, ഐ എം ഹാപ്പി. എപ്പോഴാണോ നമ്മൾ കാമായി സന്തോഷമായി ഇരിക്കുന്നത്, അപ്പോൾ മാത്രമേ നമ്മളിലേക്ക് എന്തെങ്കിലും ഫീഡ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് മറക്കാതെ എപ്പോഴും നിൽക്കുക. ഞാൻ സ്വസ്ഥമായിരുന്നാൽ എല്ലാം സ്വസ്ഥമായിരിക്കും. സ്വസ്ഥമായിരിക്കുമ്പോൾ എല്ലാം ലഭിക്കും. ഞാൻ എപ്പോഴും ജോയിയായി നിൽക്കുമ്പോൾ, ഉന്മേഷവാനായി നിൽക്കുമ്പോൾ എല്ലാം ശരിയാണ്. ഞാൻ എപ്പോഴാണോ അതില്ലാതിരിക്കുന്നത്, ലോകം മുഴുവൻ തെറ്റാണ്. ആകെ തെറ്റില്ലാത്ത ഒരാൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴാണോ അഹങ്കാരം അല്ലെങ്കിൽ ദേഷ്യം, കോപം ഇതിലൊക്കെ നിൽക്കുമ്പോൾ ലോകം മുഴുവൻ തെറ്റാണ്, ഒരാള് മാത്രം ശരിയാണ്. മറ്റേ സമയത്താണെങ്കിൽ ഞാനും ശരിയാണ്, ലോകവും ശരിയാണ്. ഏതാണ് വേണ്ടത് നിങ്ങൾക്ക്? ഓക്കെ, ഹാപ്പി ടു ആൾ. ഇന്നലെ പറഞ്ഞ പോലെ വീണ്ടും പറയേണ്ടി വരും. ഈ ഗ്രൂപ്പിലൂടെ നിൽക്കുന്നതിൽ
അവനവനോട് വിശ്വാസമുള്ള ആൾക്കാർ മാത്രം ക്യാമറ ഓൺ ചെയ്യുക, അവനവരിൽ വിശ്വാസമില്ലാത്ത ആൾ ക്യാമറ ഓഫ് ചെയ്യുക. ഈ ഡയലോഗ് പൊളിക്കൂലേ? ഈ ഡയലോഗ് കുറച്ചും കൂടി പൊളിക്കൂലേ രഞ്ജിത്തെ? അവനവനോട് വിശ്വാസമില്ലാത്തവർ വേണമെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തു, അവനവന് വിശ്വാസമുണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്തു. യെസ്, ഇനി ആരും ബാക്കിയില്ല. 184 ആൾക്കാരും ഓപ്പണാക്കി. താങ്ക് യു. ആയിക്കോട്ടെ, ജോലിയൊക്കെ ആർക്കും ജോലി ഇല്ലാത്ത എല്ലാവർക്കും ജോലിയാണേ. എല്ലാവർക്കും ജോലി ഉണ്ടാവണം. ജോലി ഉണ്ടായാലല്ലേ കാര്യമുള്ളൂ. ഈ ക്യാമറയുടെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് കിട്ടാത്തവരുണ്ടോ നോക്കാം അല്ലേ? ഒന്ന്, പേജ് നമ്പർ 2 കേട്ടോ. അപ്പോൾ അവനവനിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പിന്നെ എന്തിനാണ് ഇവിടെ സമയം കളയുന്നത്? വേണോ? വേണ്ടല്ലോ. നമ്മുടെ പുഷ്പവല്ലി മാമക്ക് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കണേ. ക്യാമറ ഓൺ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം അല്ലെ? ഇന്ന് ആയിക്കോട്ടെ, പറഞ്ഞതാണ്. നോ പ്രോബ്ലം. അതൊന്നും നിങ്ങളെ പോലുള്ള ആൾക്കാരല്ല, മറ്റുള്ളവരെ എൻഗേജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നുമില്ല, വേറെ ഒന്നുമില്ല കേട്ടോ. വേറൊരു സ്ഥലത്ത് എൻഗേജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലും നമ്പർ ഇറക്കിയാലേ നിങ്ങൾ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും എവിടെയും വെച്ച് കണ്ടാൽ നിങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിൽ കിടക്കാം. നമുക്ക് എല്ലാ വിഷയങ്ങളിലും ഞാനത് വീണ്ടും അതിനെ മാറ്റിയ വാക്കിന് മാറ്റിയ ഞാൻ വിഷയം എന്ന് മാത്രം പറയാൻ പോവാണ്. എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അതിന് എന്താണ് ചെയ്യേണ്ടത്? അതൊന്ന് ടൈപ്പ് ചെയ്തേ നിങ്ങൾ. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് മാത്രം അറിയാണ്. എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരം സാധ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത്രയും ദിവസം എന്റെ കൂടെ നിന്നിട്ട് നിങ്ങൾ മാറ്റുകയെന്നല്ലേ ആ വാക്ക് എഴുതി. എന്ത് ചെയ്താൽ മതി? എവിടെയോ ഒരു മാറ്റം വരുത്തിയാൽ മതിയല്ലേ? എവിടെയാണത്? എവിടെയോ ഒരു, അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. യെസ്, ദാറ്റ്സ് കറക്റ്റ്. ഓവറോൾ അല്ല, ആദ്യം പറഞ്ഞത് തന്നെയാണ്. നമ്മളുടെ ചിന്തയിൽ അല്ലെങ്കിൽ നമ്മളിൽ മാറ്റം വരുത്തിയാൽ മാത്രം സാധ്യമാകും. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിലൂടെ, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ, നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിലൂടെ, നമ്മുടെ മനസ്സിന് സ്വസ്ഥത അനുഭവിക്കുന്നതിലൂടെ, നമ്മുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്കിതെല്ലാം സാധ്യമാണ്. എഴുതി വെച്ചോ, ഈ പോയിന്റ് മറന്നു പോകണം. എങ്ങനെയാണ് സാധ്യമാകുന്നത് എഴുതി അണ്ടർലൈൻ വലിയ ഒറ്റക്കക്ഷത്തിൽ എഴുതിയിട്ട് ഒട്ടിച്ചു വെച്ചോ. എങ്ങനെയാണ് മാറ്റപ്പെടുന്നത്? ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എഴുതിക്കോളൂ. ഒന്ന്, നമ്മളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി എന്നുള്ളത്. നമ്മളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. എന്താണ്? നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിലൂടെ, മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ, മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിലൂടെ, മനസ്സിനെ മനസ്സിലാക്കുന്നതിലൂടെ, മനസ്സിനെ അനുഭവിക്കുന്നതിലൂടെ നമുക്ക് ഇതെല്ലാം സാധ്യമാണ്. ഇത്രയും പോയിന്റ് എഴുതിയല്ലോ, എല്ലാവരും എഴുതി വെച്ചല്ലോ. ഇനി നമുക്ക് ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന തിയറി വെച്ച് തന്നെ പഠിപ്പിക്കാം അല്ലെ? അതാണല്ലോ നമ്മളെ കാര്യം. വേറൊന്നും പുതിയൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സ്ഥിരമായി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ എല്ലാവർക്കും എന്താ പറയാ, വളരെ അമേസിങ് റിസൾട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില തിയറികൾ വെച്ച് തന്നെ പറയാം. ലോ ഓഫ് അട്രാക്ഷൻ ആയാലോ, ന്യൂറോ സയൻസ് ആയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് മാസ്റ്ററി ആയി കഴിഞ്ഞാലോ, ഇത്തരം സിസ്റ്റംസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം അല്ലെ? മനസ്സിന്റെ എല്ലാ വിഷയങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലെയും ഉത്തരവാദി, അത് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ഉണ്ടാക്കുന്നത് ആരായിരിക്കും? നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ അതിനെ അനുഭവിക്കുന്നയാൾ, അതിനെ ഉൾക്കൊള്ളുന്ന ആൾ ആരായിരിക്കും? നമ്മളുടെ എന്താണ്? നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളാണ് പ്രധാനം. ഇന്ന് നേരത്തെ ഞാൻ ഒരു സഹോദരി സംസാരിച്ചപ്പോൾ ആദ്യം സംസാരിക്കാൻ തുടങ്ങിയതിൽ നിന്നും എൻഡപ്പ് ചെയ്തൊരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, അമേസിംഗ് ആയിട്ടുള്ളൊരു അക്സെപ്റ്റൻസ് ആണ് ആ സഹോദരി ചെയ്തത്. കാരണം വലിയ വിഷയമായിട്ടാണ് വന്നത്. അതിന് ചെറിയ മാറ്റങ്ങൾ, നിങ്ങളുടെ
ഈ തോട്ട്സ് ഇതല്ലേ എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ അയ്യോ സാറേ ശരിയാണല്ലോ, ഇതിന്റെ ആവശ്യകത എന്താണ് എനിക്കുള്ളത് എന്ന് പറയുകയും അങ്ങ് സറണ്ടർ ചെയ്യുകയും ചെയ്തു. ഇനി നാളെ മുതൽ ചെയ്യാനുള്ള അമേസിങ് റിസൾട്ടാണ് ആ ഫാമിലിയിൽ വരാൻ പോകുന്നത്. ഇന്നിപ്പോ നേരത്തെ ഒരു സഹോദരി പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യത്തിൽ നിന്ന് ആക്സെപ്റ്റൻസ് മോഡിലേക്ക് പോയപ്പോൾ, അത് മനസ്സിലാക്കിയപ്പോൾ എന്റെ ചിന്തകളെ എങ്ങനെയാണ് ഞാൻ മാറ്റപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം ഞാൻ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും ഉത്തരവാദി ഞാനാണത്, അല്ലെങ്കിൽ എന്റെ മനസ്സാണ്, എന്റെ ചിന്തകളാണ് എന്ന് നമ്മൾ എപ്പോഴാണോ അക്സെപ്റ്റ് ചെയ്യുന്നത്, വേർഡ് കറക്റ്റായിട്ട് എഴുതി വെച്ചോളൂ, എപ്പോഴാണോ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിയും. അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം യു ആർ ജസ്റ്റ് എ പ്രതിയായി മാറിപ്പോകും. വിറ്റ്നസ് മോഡിലേക്കാണ് പോകേണ്ടത്, നമ്മൾ ഒരിക്കലും മറ്റൊരു മോഡിലേക്ക് ആവരുത്. അപ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ട് തന്നെ ഇതിനെ ഒന്ന് വിശകലനം ചെയ്തു പോകാം. നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഉത്തരവാദി നിങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ ഉപയോഗിക്കാം അല്ലെ. നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം ഉത്തരവാദി നാം ആണെന്ന് പറയുമ്പോൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് നോക്കാം. എഴുതി വെച്ചോളൂ. ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ നിയമം എന്ന് പറയുന്നത് യുവർ തോട്ട്സ് ബിക്കം യുവർ റിയാലിറ്റി അല്ലെ. യുവർ തോട്ട്സ് ബിക്കം യുവർ റിയാലിറ്റി. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ അതായിത്തീരുന്നു. അപ്പോൾ ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ. ഇത്രയും ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താണ് സംഭവിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ആ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് അതുപോലെയായിരിക്കും അതിന്റെ ഫലം എന്ന്. എന്ത് പ്രതികരണം? ഒരാളെ തല്ലാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ആ തല്ല് കൊടുക്കുന്ന ആ തീരുമാനം നിങ്ങൾക്ക് തെറ്റിയാൽ അയാൾ തിരിച്ച് തല്ലുമെന്ന് ബോധമുണ്ടായാൽ നമ്മൾ തല്ലൊഴിവാക്കാമല്ലോ. തിരിച്ച് തല്ലില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ അയാൾ തല്ലുന്നത് അല്ലേ. അത് മാത്രം ചിന്തിച്ചാൽ മാത്രം മതി, എല്ലാത്തിനും പരിഹാരമാവും. അപ്പോൾ നമ്മൾ എന്ത് പ്രതികരിക്കണം, എങ്ങനെ ചെയ്യണമെന്ന് ദൃഢമായ പാകപ്രാപ്തിയും വ്യക്തമായ ചിന്തകളും നമുക്കുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് അവിടെ പരിഹാരം. പക്ഷെ നമ്മൾ അവിടെ അനുഭവിക്കുന്ന ഒരു വിഷയം കൂടി നമ്മൾ ആലോചിക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് ഇത് അറിയുമെങ്കിലും അതിനെ ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നതാണ്. അതിനോട് ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. കാരണം നമ്മൾ അവിടെ ഇമോഷൻ കൊണ്ടുപോയി ചേർത്തിട്ട് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് അവസാനം വരെ കൈവെക്കുന്ന അവസ്ഥയാണ്. അതിനൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, നമുക്ക് അത്തരം വിഷയങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ഇത് കറക്റ്റായി ഒന്നാമത്തെ കാര്യം ക്ലിയർ ആയോ? നമ്മൾ എന്ത് പ്രതികരിക്കുന്നു അതിനെ മാറ്റപ്പെടുത്തിയാൽ മാത്രം മതി. നമ്മൾ ആ വിഷയങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അത് മാത്രം മാറ്റപ്പെടുത്തിയാൽ മതി. ഇനി മാറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ എങ്കിൽ അതിന് ചില നടപടിക്രമങ്ങൾ ചെയ്തേ മതിയാകുന്നു. അല്ലാതെ ഒരു പോംവഴിയും ഇന്നാ പിടിച്ചോ ഈ ഒരു ടാബ്ലറ്റ്സ് കഴിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങളെല്ലാം തീരുമെന്ന് ഇന്നേ വരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കാത്തൊരു കാര്യത്തെ പറയൂ എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? കണ്ടുപിടിച്ചിട്ടില്ല. അതിന് ഒരു പ്രോസസ് തന്നെ വേണം. കാരണം നിങ്ങൾ അതായി തീരാൻ നിങ്ങൾക്ക് ദേഷ്യപ്പെട്ട് നിങ്ങൾ അതായി തീരാൻ ഒരു കാരണം കുറെ കാലങ്ങളായിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു വരാനും നിങ്ങൾക്ക് അതുപോലെ സമയമെടുക്കും. ഇത്രയും എടുക്കില്ലെങ്കിലും കുറച്ച് സമയത്തോട് പറ്റും. നിങ്ങളൊരു കുന്ന് കയറിയെങ്കിൽ അത് കുന്ന് കയറി അത്രയും സമയം വേണ്ട ഇറങ്ങി വരാൻ, പക്ഷെ സമയം വേണം. രണ്ടും ഒരേപോലെ കാണുക. ഒന്ന് കയറാൻ നിങ്ങൾ സമയം എടുത്ത് കാണും, അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തല കറങ്ങി കാണും, ബോധത്തെ വന്ന് കാണും. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് തിരിച്ചു വരാനാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. പെട്ടെന്ന് തിരിച്ചു വരണമെങ്കിൽ അവിടുന്ന് ഉരുണ്ട് ചാടുകയേ വഴിയുള്ളൂ. ചാടിയാൽ കാലോ കയ്യോ ഒടിയും. അതിന് നിൽക്കരുത്. സ്ലോലി നിരന്തരമായ പ്രക്രിയയിലൂടെ മാറ്റാൻ പറ്റും. റൈറ്റ്? എല്ലാവർക്കും ഇത് ക്ലിയർ ആയോ? ഒന്ന് ടൈപ്പ് ചെയ്തേ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്തേ നോക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് ആലോചിച്ചു ഞാൻ ഇരിക്കുന്നു. വേണ്ട, ടൈപ്പ് ചെയ്തിട്ട് പോരട്ടെ, ടൈപ്പ് പോരട്ടെ. ഇനി നമുക്ക് ഇതേ സാധനത്തെ നമ്മൾ മറ്റൊരു വിഷയത്തിലൂടെ അനലൈസ് ചെയ്യണം. എന്താണ് അതിന്റെ പേര്? ഞാൻ എപ്പോഴും പറയുന്നു. ഇതിന്റെ ഇടയിൽ നമ്മൾ മറ്റൊരു ലോ ഓഫ് അട്രാക്ഷൻ മറ്റൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ
എനർജിയെ പറ്റിയാണ് സംസാരിക്കുന്നത്, അല്ലെ? എനർജിയാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചിന്തകളാകുന്ന വൈബ്രേഷൻസ്, എനർജി വൈബ്രേഷൻ പ്രകാരം അതിന് സമാനമായ വൈബ്രേഷൻ ആയിരിക്കും ആഗിരണം ചെയ്യുക എന്ന് അറിയാമല്ലോ. സമാനമായതാണ് ആഗിരണം ചെയ്യുക. അങ്ങനെ ആയതുകൊണ്ടാണ് പ്രശ്നങ്ങളുള്ളയാൾ പ്രശ്നങ്ങൾ തന്നെ തിരിച്ചുകൊണ്ടിരുന്നത്, വിഷയങ്ങളായുള്ളയാൾ വെറും വിഷയങ്ങളായി മാത്രം അതിനെ കാണുന്നത്, സന്തോഷമുള്ളയാൾ എന്നും സന്തോഷവാനായിരിക്കുന്നത്, ദുഃഖമുള്ളവൻ എന്നും ദുഃഖിതനായി തീരുന്നത്. ഇത് സെയിം ഫ്രീക്വൻസിയാണ്. നമ്മൾ എന്ത് നൽകുന്നു അത് വരുന്നു. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എനർജിയുടെ അതുല്യമായ എനർജി മാത്രമേ റിസീവിങ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് അറിയുക. കാരണം 94.6 FM ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി മാത്രമേ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന മൊബൈലോ ഈ റേഡിയോയിലോ ട്യൂൺ ചെയ്താൽ അത് കിട്ടുകയുള്ളൂ. മറ്റേത് ഫ്രീക്വൻസി ട്യൂൺ ചെയ്താൽ അത് ലഭിക്കില്ല എന്നറിയുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി മുതൽ ഈ ഒരു വിഷയത്തെ നിങ്ങൾക്ക് കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഒന്ന് ടൈപ്പ് ചെയ്ത്, ഇനി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇത് ഓർക്കും, ഞാൻ ഇതിനെ മാനേജ് ചെയ്യും എന്നൊന്ന് കൺഫേം ചെയ്തേ. ഐ കൺഫേം, ഞാൻ, അല്ലെങ്കിൽ യെസ് പറ്റും. ഓക്കെ, അങ്ങനെ മതി. ഇത്രയും ക്ലിയർ ആയി പറ്റുമല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, ഇതേ സംഭവം ന്യൂറോ സയൻസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കണം. ന്യൂറോ സയൻസ് സിസ്റ്റത്തിൽ വെച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എപ്പോഴും പറയും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖ തന്നെയുണ്ട്. നമ്മുടെ എല്ലാ ബ്രെയിൻ സിസ്റ്റംസ്, ബ്രെയിനിലെ കംപ്ലീറ്റ് സിസ്റ്റംസ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ബേസ് ചെയ്തിട്ടാണ്. അത് വെച്ചാൽ എന്താണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി? വേറൊന്നുമല്ല, വലിച്ചാൽ വലിയും വിട്ടാൽ പോയി ചേരും, അല്ലേ? വലിച്ചാൽ വലിയും വിട്ടാൽ പോയി ചേരുമെന്ന്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നുവോ അതവിടെ നിൽക്കും, നമ്മൾ അവിടെ എന്ത് നൽകുന്നുവോ അതവിടെ നിൽക്കും എന്നത് മാത്രമാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ നിങ്ങൾ കൺഫോമിറ്റി കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായി ചെയ്യാൻ പറ്റും. നിങ്ങൾ കൊടുക്കുന്ന കമന്റ് എന്താണോ അത് അവിടെ സ്റ്റോർ ചെയ്യപ്പെടും, അത് തത്തുല്യമായി പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ന്യൂറോ സയൻസ് പ്രമാണം അനുസരിച്ച് നമ്മുടെ മസ്തിഷ്കം തുടർന്നും മാറ്റപ്പെടാൻ കഴിവുള്ളതാണ്. അതിന് പറയുന്ന പേരാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ എപ്പോഴും മാറ്റത്തിന് വിധേയമാക്കാൻ സാധിക്കും. അവിടെ പെർമനന്റ് ആയിട്ടൊന്നുമില്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ കയ്യിലാണെങ്കിൽ സ്ഥിരമായി പിടിച്ചാൽ മസിൽസ് വളർന്നാൽ ആ മസിൽസ് നിൽക്കുന്നത് പോലെ കുറെ ദിവസം ചെയ്യാതിരിക്കും. മസിൽസ് എപ്പോഴാണോ എങ്ങനെയാണോ നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു പോകുന്നത്, അതുപോലെ തന്നെ ന്യൂറോൺസ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയും സംഭവിക്കുന്നു, അല്ലേ? അത് വളരെ സിസ്റ്റമായി മനസ്സിലാക്കണം. അപ്പോൾ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ പുതിയ പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ് നമ്മളവിടെ ചെയ്യുക. ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ വിഷയം ഒരു വയറിംഗ് ആണ്, അവിടെ ഉണ്ട്. ആ വിഷയം വരുന്ന സമയത്ത് അതിനെ എങ്ങനെ റീവയർ ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് വിജയം. ഒന്നുകൂടി പറയാം, ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന തോട്ട് നമ്മളിൽ വരുമ്പോൾ ആ പ്രശ്നം കിടക്കുന്ന ന്യൂറോൺസ് റീവയർ ചെയ്യപ്പെടും. ആ റീവയറിങ് അവിടെ നടന്നാൽ പിന്നെ ഈ പ്രശ്നം വിഷയമായി മാറി പിന്നെ നമ്മൾ അകന്നു പോകുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ റീപ്രോഗ്രാമിംഗ് ഓഫ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെയുണ്ട്. പ്രതിസന്ധികളെ പുതിയൊരു ദിശയിലേക്ക് കാണുമ്പോൾ പഴയ ആശയങ്ങൾ മാറ്റി പുതിയ ന്യൂറൽ പാത്ത് വേ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വായന നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അതും ആത്മീയ വായന എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സമാനമായ പല സന്ദർഭങ്ങളിൽ നമുക്ക് അവിടെ കിട്ടും. പക്ഷെ സൂക്ഷിക്കണം, വായിക്കുന്ന പുസ്തകം സൂക്ഷിക്കണം, ആത്മീയ വായനകൾ വായിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ഉയർത്തുക എന്നുള്ളതാണ്. മറ്റ് പൈങ്കിളി സാഹിത്യത്തിന്റെ ഉദ്ദേശം നിങ്ങളെ എങ്ങോട്ടെങ്കിലും വലിച്ചു താഴെ ഇടുക എന്നുള്ളതാണ്. രണ്ടും നമ്മൾ വ്യത്യാസം കൊണ്ട് വേണ്ട എന്നല്ല, രണ്ടും വേണം. കാരണം പൈങ്കിളി സാഹിത്യങ്ങൾക്ക് ഭാവനാത്മകത കൂടുതലാണ്, ഇമാജിനറേഷൻ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ പവർ കൂട്ടാൻ അത് ഉപയോഗിക്കാം. പക്ഷെ മറ്റത് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. മനുഷ്യന് ഭാവനയില്ലെങ്കിൽ അവൻ ഒന്നിനും കൊള്ളില്ല. പക്ഷെ മനുഷ്യന് യാഥാർത്ഥ്യ ബോധമില്ലെങ്കിലോ അവനൊന്നും കൊള്ളില്ല. അപ്പൊ രണ്ടും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ എഴുതിയ പുസ്തകത്തിലൊക്കെ
മനസ്സൊരു വിസ്മയം എന്ന പുസ്തകത്തിലൊക്കെ നിങ്ങൾക്ക് കാണാം, കുറച്ചൊക്കെ ഭാവനാത്മകമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. കവിത പറയുന്ന പോലെ അല്ലെങ്കിൽ കഥ പറയുന്ന പോലെയൊക്കെ ഭാവനാത്മകമായി എഴുതിയിട്ട്, അല്ലെങ്കിൽ അത് എൻഗേജ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഭാവനാത്മക ഞാനവിടെ ഒരു സിറ്റുവേഷൻ എഴുതുന്നുണ്ട്. ഇന്നൊരു ഒരു ഒരു കടൽ അത് നമ്മുടെ മറൈൻ ഡ്രൈവിലുള്ള ഒരു വില്ലയിൽ അവരിയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ കുറച്ചു നേരേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കത് വായിക്കുമ്പോൾ കൃത്യമായി നിങ്ങൾ അവിടെ പോയി ഇരുന്നിട്ട് ആ ഗുരു പറയുന്നത് കേൾക്കാനിരിക്കും. ആ സിറ്റുവേഷൻ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ ഹയാത്ത് റീജൻസിയിലെ ആ ഹാളിൽ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കണം. ആ സീൻ നമുക്കുണ്ട്. അതിനാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്, ഭാവനാത്മകത. ഇത് വളരെ അത് നമ്മുടെ ബ്രെയിനിനെ അതുപോലെ പ്രോഗ്രാം ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ എപ്പോഴും അതിന്റെ സാധ്യതകളെ എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണമെന്നാണ്. ഇനി അതേപോലെയാണ് എങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് കൺട്രോൾ റെസ്പോൺസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത്? നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡല എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഈ കംപ്ലീറ്റ് വിഷയങ്ങൾ, നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അമിഗ്ഡലയാണ് ആക്ടിവേറ്റ് ആവുന്നത്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് പെരിഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന പാർട്ടാണ് നമ്മുടെ ഇതിന് സൊല്യൂഷൻസ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളിലേക്ക് ചാടിയെടുക്കുന്ന ആൾക്കാർ ഈ അമിഗ്ഡല ഒരുപാട് ആക്ടിവേറ്റ് ആയിരിക്കും, വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് ഈ സ്ട്രെസ് അനുഭവിക്കുന്ന ആൾ കൂടുതൽ സ്ട്രെസ് വന്നുകൊണ്ടിരിക്കുന്നതിന് പ്രധാന കാരണം അവരുടെ ബ്രെയിൻ സിസ്റ്റത്തിൽ അമിഗ്ഡലയുടെ അളവ് വലിയതായിരിക്കും. ഈ അമിഗ്ഡല ചുരുങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് ഒരുപാട് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അമിഗ്ഡലയുടെ കുറഞ്ഞു വരുന്നു. അതിലൂടെ നമ്മൾ മാറ്റം. അമിഗ്ഡല കുറയുമ്പോൾ ഫ്രണ്ടൽ കോർട്ടെക്സ്, അതായത് ഹയർ തിങ്കിങ് ഏരിയ എന്ന് പറയും, പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന സാധനം വലുതായി വരുന്നു. അപ്പോൾ നമ്മൾ ഊർജ്ജസ്വലമാകുന്നു, നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റപ്പെടും. ഇതിന് ഏറ്റവും ഈസി അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയാ ഏറ്റവും നല്ല മെത്തേഡ് മെഡിറ്റേഷൻ ആണ്. അത് സയൻസ് തന്നെ എന്താ പറയാ എല്ലാ ഡോക്ടർമാരും നിങ്ങൾ ഉപദേശിക്കുന്ന കാര്യമാണ്. അതിന് സയന്റിഫിക്കലി പ്രൂവൺ. ഇനി മൂന്നാമത്തെ തിയറി, ഇസ് ഇറ്റ് ക്ലിയർ? ഇത് ക്ലിയർ ആയോ? എല്ലാവരും പറഞ്ഞു ക്ലിയർ ആയോ എന്ന് പറഞ്ഞു. ക്ലിയർ ആണ്? പറഞ്ഞു ടൈപ്പ്. കാരണം പോയിന്റുകൾ ക്ലിയർ ആയി കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇതൊക്കെ ഇതിനേക്കാളും അടുത്ത തലത്തിലാണ് നമ്മൾ ജനറേറ്റീവ് ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുന്നത് കേട്ടോ. അത് മറന്നുപോകരുത്. അതുകൊണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കരുത്. ഇവിടെ കിട്ടുന്നത് വെറും ക്യാപ്സൂൾസ് മാത്രമാണ്. ഒറിജിനൽ അവിടെ വരാനിരിക്കണേ ഉള്ളൂ. ഇത് ഇവിടെ തരുന്നതും അവിടെ ഇതും വേണം അതും വേണം കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്കാർക്കും തരാത്തതൊന്നുമല്ല, അതിൽ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് എളുപ്പത്തിൽ കിട്ടാവുന്ന രീതിയിൽ പറയാം. അങ്ങനെയാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അതാണല്ലോ അതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോ മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് മൈൻഡ് മാസ്റ്ററിങ് എന്ന് പറയുന്ന സാധനം. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈൻഡ് മാസ്റ്ററിങ്, അത് എന്റെ ശരിക്കുള്ള പ്രൊഫഷൻ ഏരിയ മൈൻഡ് മാസ്റ്ററിങ് ആണ്. മനസ്സിന് അതിപ്പോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തുടരില്ല. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അയാളുടെ മനസ്സ് വായിക്കാൻ പറ്റും, അയാളുടെ എന്താണ് ചിന്തിക്കുന്നത് പറയാൻ പറ്റും എന്നൊക്കെയാണ് മൈൻഡ് മാസ്റ്ററുടെ ഫണ്ടമെന്റൽ തിയറി. പക്ഷെ അതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അതൊന്നും ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളെ മുഖം നോക്കിയാലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്നൊക്കെ പറയാൻ പറ്റും. അത് ഏതോ സമയത്ത് നമ്മൾക്ക് കരസ്ഥമാക്കിയ ഒരു കിട്ടിയ, അല്ലെങ്കിൽ ഞാൻ കരസ്ഥമാക്കിയെന്ന് പറയാൻ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഇവിടെ നമുക്ക് ലഭിച്ച ഒരു ഇതാണ്. കൃത്യമായി മനസ്സിൽ തെറ്റിയിട്ടില്ല ഇന്ന് വരെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മൈൻഡ് കൺട്രോൾ ഇതല്ല മൈൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സ് എനിക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതാണ് മൈൻഡ് മാസ്റ്റർ. മറ്റുള്ളവരുടെ മനസ്സല്ല, അത് വേറൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മൈൻഡ് കൺട്രോളിങ്ങിലേക്ക് പോകണം. അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മളെപ്പോഴും സമാധാനം പാലിക്കാനും മനസ്സിനെ ശാന്തമാക്കാനുമുള്ള കഴിവ് നമ്മൾ സ്വയം നേടുകയാണ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിന് നമുക്ക് പൂർണ്ണ ബോധത്തോടെ ഇരിക്കും. ആ ബോധത്തോടെ ഇരിക്കുമ്പോൾ ഏത് വിഷയങ്ങൾ നമ്മൾ മുന്നിൽ വന്നാലും അതിനെ നമുക്ക് ഓട്ടോ സജഷൻസിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. മുമ്പേ പ്ലാൻ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് ചെയ്യുന്നതല്ല. ആ സമയത്ത് നമുക്ക് അതിനുമായിട്ടുള്ള പരിപാടി നമുക്ക് വരും. ഇപ്പൊ നിങ്ങൾ ഒരാൾ എന്നോട് ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ എന്താ കുറെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇന്ന വിഷയമല്ലേ നിങ്ങൾ അതിന്റെ സൊല്യൂഷൻ എന്താണ് എന്ന് നോക്കി പറഞ്ഞു തന്നെ പറ്റുമോ? നടക്കോ? അധികം ഇപ്പൊ ആൾക്കാർ നിങ്ങൾ എന്നോട് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഞാൻ വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെയാണ് നിങ്ങളോട് സംസാരിക്കാറുള്ളത്. കാരണം എനിക്ക് തിരക്കുള്ളതുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെ ആർക്കും തോന്നി ക്ഷമിക്കണം.
ഇവിടെ സംസാരിക്കാൻ മറ്റു സമയം എന്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് മാത്രം. നിങ്ങൾ എന്നാലും ഞാൻ മാക്സിമം നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ വിഷയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാം പറയാൻ എനിക്കല്ല, എന്നെ കൊണ്ടാവുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ. പക്ഷെ എന്തോ നിങ്ങൾക്ക് ദൈവ സർവേശ്വരന്റെ കടാക്ഷം കൊണ്ട് എല്ലാവർക്കും അത് ഗുണകരമായി മാറുന്നു. ഇല്ലാത്തവർ എന്നോട് ക്ഷമിക്കുക, എനിക്കറിയുന്നത് എനിക്ക് പറയാൻ പറ്റും എന്ന് മാത്രം പറയാം. അപ്പോ നമ്മള് മനസ്സിനെ പാകപ്പെടുത്തുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നേരത്തെ പറഞ്ഞു തന്നെയാണ് മെഡിറ്റേഷൻ വഴി മനസ്സിനെ ഏകാഗ്രമായി നിർത്തി വിഷയങ്ങൾക്കിടയിലുള്ള സുഖമാർഗങ്ങൾ കണ്ടെത്താൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് മെഡിറ്റേഷനിലൂടെ മനസ്സിനെ ഏകാഗ്രമായി നിർത്തി നമ്മുടെ വിഷയങ്ങൾക്കുള്ളിലുള്ള സുഖമാർഗങ്ങൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും. ആ ശ്രമിക്കുമ്പോഴാണ് നമ്മളിൽ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാത്തിനെയും നമുക്ക് ക്ലിയറായി കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത്. ഇനി രണ്ടാമത്തെ നമ്മുടെ മൈൻഡ് മാസ്റ്ററി തന്നെ ആ തിയറി പ്രകാരം നമുക്ക് മാത്രമേ നമ്മുടെ മനസ്സിൽ നിയന്ത്രണമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ വിശ്വാസം നമ്മൾ ഊട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ആ എംപവറിംഗ് ബിലീഫ് നമ്മളിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ചിന്തയെ മറികടക്കാൻ, നമ്മുടെ മനസ്സിലെ സൃഷ്ടിയായ വിഷയങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന വിഷയങ്ങളെ മറികടക്കാൻ, അങ്ങനെ പറയേണ്ടി വരും അല്ലെ, മറ്റുള്ളവരാണല്ലോ എപ്പോഴും പ്രശ്നക്കാർ, നമ്മളല്ലല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞ കുറച്ചും കൂടി നല്ലതായിരിക്കും. മറ്റുള്ളവർ നമുക്ക് നൽകുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ നമ്മുടെ ചിന്തയെ അതിന് തത്തുല്യമായി ഉയർത്തിയാൽ മതി എന്ന് ഇങ്ങനെ പറഞ്ഞ കുറച്ചും കൂടി ക്ലിയർ ആയി മനസ്സിലാക്കുമായിരിക്കും അല്ലെ. യഥാർത്ഥത്തിൽ മറ്റുള്ളവരല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അത് ഓക്കെ, അത് നിങ്ങൾ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യണ്ട. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കണമെങ്കിൽ നമ്മുടെ എംപവറിംഗ് ബിലീഫ് സിസ്റ്റം കൂട്ടുക. ആ കൂട്ടുന്നതിലൂടെ നമുക്ക് അവരെ വിജയകരമായി തോൽപ്പിക്കാൻ സാധിക്കും. ആ വിജയകരമായി അവരെ പരാജയപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾക്ക് നിത്യശാന്തി ലഭിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ എഗ്രി വിതാൻ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എഗ്രി ചെയ്യും. എന്നാൽ യൂട്യൂബ് കാണുന്നവർ നമ്മുടെ ക്ലാസ്സിൽ വരാത്തവർ ചിലപ്പോൾ എഗ്രി ചെയ്ത് തോന്നുവരും അല്ലെ. ഒന്ന് ടൈപ്പ് ചെയ്തേ, ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി അല്ലെ. മറ്റുള്ളവർ ഒന്നുകൂടി പറയണോ? യെസ് ടൈപ്പ് ചെയ്ത് പറയണം. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ടൈപ്പ് ചെയ്യും, ഒന്നുകൂടി പറയാം. ടൈപ്പ് ഒന്നുകൂടി പറയണമെന്നാണോ? ഓക്കെ, ഒന്നുകൂടി പറയാം. അത് ഒരു ഫ്ലോയില് വന്നുപോയതാണ്, അത് പെട്ടെന്ന് പിടികിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നം നമുക്ക് മറ്റുള്ളവരല്ലേ നൽകുന്നത്. അപ്പോൾ മറ്റുള്ളവർ നമുക്ക് നൽകുന്ന പ്രശ്നങ്ങളെ വിജയകരമായി നമുക്ക് അതിനെ വിജയിക്കണമെങ്കിൽ നമ്മളുടെ ശക്തി കൂട്ടുകയും നമ്മുടെ എംപവറിംഗ് സിസ്റ്റത്തിൽ ബിലീഫ് സിസ്റ്റത്തിൽ കൂട്ടുകയും അവരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ തോൽപ്പിച്ച് നമുക്ക് മനസ്സമാധാനം നേടാൻ സാധിക്കില്ലേ? സാധിക്കുമോ? സാധിക്കുമെങ്കിൽ എസ് പറയാൻ സാധിക്കില്ലെങ്കിൽ നോ എന്ന് പറയും. ഇത്രയും പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നോക്കട്ടെ. ചില സമയത്ത് ഞാൻ ഇങ്ങനെ വളഞ്ഞു നോക്കി പിടിച്ചാൽ കേട്ടോ, ഇല്ല യെസ് ആരും ടൈപ്പ് ചെയ്യണ്ട. ഇല്ല, അവനെ വിജയിക്കാനായിട്ട്, മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത പ്രശ്നത്തിനെ വിജയിപ്പിക്കാനായിട്ട് നിങ്ങൾ അവനെ തോൽപ്പിക്കാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കുകയേ ഉള്ളൂ. അതല്ല ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞതാണ്. നമ്മൾ സെൽഫായിട്ട് ഇതിൽ എനിക്ക് എന്തിരിക്കുന്നു, വാട്ട് ഈസ് മൈ ടേക്ക്, എനിക്ക് മാറ്റമില്ലല്ലോ, അവൻ എന്നെ ഒന്നും ചെയ്യാനില്ല, അവൻ അങ്ങനെ പറഞ്ഞിട്ട് അതിന് ഉത്തരവാദി ഞാനാണ്, ഞാൻ എന്നെ മാറ്റപ്പെടുത്തിയാൽ മതി. പിന്നെ അവൻ പറഞ്ഞൊന്നും എനിക്ക് കേൾക്കില്ലെന്നേ, അവൻ പറയുന്ന കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കില്ല. ആ വിഷയത്തിലേക്ക് നമ്മൾ പോകണം. ഇതാണ് ഫണ്ടമെന്റലി മാറ്റം. അല്ലെങ്കിൽ അവനെ അവനെ തോൽപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും തോറും അവനും വളരും, അവൻ വളരും, നമ്മൾ തളരും. അത് വേണോ? അത് വേണ്ട. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്. നമുക്ക് മാത്രമേ നമ്മുടെ മനസ്സിൽ നിയന്ത്രണമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് മാത്രമേ നമ്മുടെ മനസ്സിൽ നിയന്ത്രണമുള്ളൂ എങ്കിൽ മറ്റുള്ളവൻ നമ്മളെ തോൽപ്പിച്ചു എന്ന് തോന്നുന്നത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ലേ? അതിൽ എനിക്കെന്തിരിക്കുന്നു? കാരണം ഐ നോ മീ, എനിക്ക് എന്നെ അറിയാം. പിന്നെ അവൻ എന്നെ ട്രിഗർ ചെയ്യാൻ പറ്റില്ല. അവൻ പറയുന്ന കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല എന്ന് മനസ്സിലാക്കിയാൽ ആരാണ് വിജയിക്കുക? അവനാണോ നമ്മളാണോ? നമുക്ക് എന്താണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്? നമുക്ക് മനസ്സമാധാനം, നമുക്ക് മനസ്സുഖം, മനസ്സംതൃപ്തി. നമ്മൾ മറ്റുള്ളവന് മനസ്സമാധാനവും മനസ്സംതൃപ്തി നൽകാൻ പോകുമ്പോഴാണ് ഈ വിഷയം സംഭവിക്കുന്നത്.
അതാണ് ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞത്. നമ്മൾ എപ്പോഴാണോ കണ്ടീഷൻസ് ബിൽഡ് ചെയ്യുന്നത്, ആ കണ്ടീഷൻ ബിൽഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾ മൊത്തം തുടക്കം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനൊരു ഒന്ന് പറയാൻ പാടുണ്ടോ എന്നറിയില്ല. ഭർത്താവ് കള്ള് കുടിച്ചിട്ട് വീട്ടിൽ വരും, അല്ലെങ്കിൽ കള്ള് കുടിക്കും. ഭാര്യ എന്നും അതിന് എഗനിസ്റ്റ് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എഗനിസ്റ്റ് സംസാരിക്കുന്നു. ആ കള്ളുകൂടി മാറ്റാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നേ വരെ സംഭവിച്ചിട്ടുണ്ടോ? എന്നാൽ അതേ ആൾ ഭർത്താവ് കള്ളു കുടിച്ച് വരുന്ന സമയത്ത് ഭാര്യ പറയും, ഇയാൾ കള്ളു കുടിച്ചാൽ എനിക്ക് തകണം, കള്ളു കുടിച്ചാൽ എനിക്ക് തകണം, ഇയാളെ ശരീരത്തിന്റെ കാര്യമല്ലേ, അതിൽ എനിക്ക് എന്ത് ഉണ്ട് എന്ന് തീരുമാനിച്ചിട്ട് ഒരു മൈൻഡും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു മൈൻഡ് എന്ന് വെച്ചാൽ അയാൾ തീരെ മൈൻഡ് ചെയ്യുന്നതല്ല, കള്ളു കുടിച്ചു എന്നതിനെ പറ്റി ചിന്തിക്കാതിരുന്നാൽ, അതിന് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ചിന്തിക്കാതിരുന്നാൽ എന്തായാലും സംഭവിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? കല്ല് ആയ മനുഷ്യൻ, മരമായ മനുഷ്യന്റെ പോലും മനസ്സുരുകി പോകും. അത് പ്രത്യേകിച്ച് ആണുങ്ങളുടെ മെന്റാലിറ്റി അതാണ്. അറ്റൻഷൻ എടുക്കാനാണ് ഈ ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. അവർക്ക് അറ്റൻഷൻ ഒന്ന് പേടിപ്പിക്കണം, നിലവിൽ പറ്റില്ല, എന്നാ പിന്നെ രണ്ട് പേടിപ്പിക്കാൻ, അകത്ത് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അധികം ആൾക്കാർ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ അതിന് ആ ട്രിഗറിലേക്ക് നിങ്ങൾ വീണു പോവുകയാണ് ചെയ്യുന്നത്. ആ ട്രിഗറിൽ വീണു പോകുമ്പോൾ നിങ്ങൾ കൃത്യമായും അതിൽ വീഴുന്നു. അതാണ് നിങ്ങൾ ട്രിഗർ ചെയ്യുന്നത്. മൈൻഡ് ചെയ്തതിലും ഒരു കുഴപ്പമില്ല. പിന്നെ ചില ആൾക്കാരുണ്ട്, ഭാര്യ കാണുമല്ലോ എന്നോർത്ത് ഒളിച്ച് പതിച്ച് ചെയ്ത് വീട്ടിലെത്തുമ്പോ പല്ലൊക്കെ തേച്ച് ആവിന്റെ ഇലയൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ഭയങ്കര സംഭവമാണ്. പിന്നെ 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 പതുക്കെ നിങ്ങൾ കഴിച്ചല്ലേ അതിലെന്തിരിക്കുന്നു പറഞ്ഞാൽ അയാളെല്ലാം നിർത്തും. കാരണം വീട്ടിലിരുന്നിട്ട് കുടിക്കുന്ന കുടിയും ഒരു കുടിയൊന്നും അല്ല, പുറത്തു പോയി കുടിക്കുന്ന ആൾക്കാരെ കൊടുക്കുന്നതാണ് ഏറ്റവും ദോഷം. ഞാൻ അതിലേക്ക് വരുന്നില്ല, പക്ഷെ സന്ദർഭവശാൽ പറഞ്ഞു പോയെന്നുള്ളൂ. ഇത് മൈൻഡ് പവറിന്റെ വലിയൊരു പ്രത്യേകതയാണ്. മാറ്റം അങ്ങനെ ഉണ്ടാക്കാം. ഇനി ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം, ബാക്കിയുള്ള കാര്യം കൂടുതൽ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അഫ്രിമേഷൻസ് ആൻഡ് സെൽഫ് ടോക്ക് എന്ന് പറയുന്ന സാധനം എന്താണ്? എപ്പോഴും പോസിറ്റീവ് അഫ്രിമേഷൻ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിന് ഓരോ പ്രശ്നത്തിനും അതിനായി പരിഹാരം കണ്ടെത്താൻ എന്നെ കൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിനും പരിഹാരം എന്റെ കയ്യിലുണ്ട്, അത് വരട്ടെ, അപ്പോൾ ഞാൻ പരിഹരിച്ചു കൊള്ളാം. താങ്ക് യു വെരി മച്ച് ഷൈനി. നിർത്തി എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. ഓരോ വിഷയങ്ങൾ എന്റെ മുമ്പിൽ വരുമ്പോഴും പരിഹാരം ചെയ്യാൻ എനിക്ക് പറ്റുമെന്നുള്ള ഒരു പോസിറ്റീവ് തോട്ട്സ് നമ്മളിൽ ഉണ്ടായാൽ എന്തോ കുഴപ്പമുള്ള. നമ്മൾ ആരെങ്കിലും വണ്ടി ഓടിക്കുന്നയാൾ ആക്സിഡന്റ് സംഭവിക്കുന്നു കരുതിയിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? നമുക്ക് പൂർണ്ണ ബോധമുണ്ട്, എപ്പോഴാണോ ബ്രേക്ക് ചവിട്ടേണ്ടത് അപ്പോൾ ഞാൻ ചവിട്ടിയിരിക്കും. അത് എന്തിനോടുള്ള ധൈര്യമാണ്? ആ ഓടിക്കുന്ന വണ്ടിയിലും എന്റെ കാലിലുമുള്ള ധൈര്യമാണ്, അല്ലെ? മുമ്പേ ബ്രേക്കിൽ കാല് വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് എപ്പോഴും ലൈഫിലും അപ്ലിക്കബിൾ ആണ്. നാളെ വരാനിരിക്കുന്ന വിഷയത്തെ ഓർത്തിട്ട് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അത് വരുന്ന സമയത്ത് എനിക്ക് ആക്ഷൻ എടുക്കാൻ അറിയും. എന്നെ വിശ്വസിക്കൂ. ഞാൻ ആദ്യം എന്നെ വിശ്വസിക്കുക. ഞാൻ ആദ്യം എന്നെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒരാൾ തല്ലാൻ വന്നാൽ തടുക്കാൻ എന്റെ കൈക്ക് അറിയാം എന്നുള്ള വിശ്വാസം ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ അത് എങ്ങനെ സംഭവിക്കും എന്ന് അറിയാം. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വളരെ പാകപ്പെടുത്തി പഠിപ്പിക്കുന്നതാണ് ജേർണി ടു ഹാപ്പിനെസ് എന്ന കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്ങുകൾ എല്ലാം എങ്ങനെ പാകപ്പെടുത്തണം, എങ്ങനെ നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കാം എന്നതിനെ പറ്റിയാണ് എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ അഫർമേഷൻ മെഡിറ്റേഷൻ നിർബന്ധമായി പ്രാക്ടീസ് ചെയ്യുന്നു. അതിന്റെ കൂടെ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇവിടെ പോകുന്നുള്ളൂ. അതിൽ മാറ്റം വരുന്നത് കണ്ട് നിങ്ങൾ പറഞ്ഞു കേട്ടല്ലോ, അമേസിംഗ് ആയ മാറ്റമാണ്. അവനവനോടുള്ള പാകപ്പെടുത്തൽ. ഷിഫ്റ്റ് ഫ്രം വിക്ടിം മെന്റാലിറ്റി ടു ക്രിയേറ്റർ മെന്റാലിറ്റി എന്ന് പറയും. എന്താണ്? നമ്മളുടെ വ്യക്തമായി നിൽക്കുന്ന മെന്റാലിറ്റിയാണ് നമുക്കുള്ളതെങ്കിൽ അതിന്റെ ക്രിയേറ്റർ മെന്റാലിറ്റിയിലേക്ക്, അതിന് എങ്ങനെ പരിഹരിക്കും, എങ്ങനെ ഞാൻ അതിൽ നിന്ന് പുറത്തു കടക്കും എന്ന് സദാ ചിന്തിക്കുന്ന ക്രിയേറ്റർ മെന്റാലിറ്റിയിലേക്ക് എപ്പോഴാണോ നമുക്ക് മാറാൻ പറ്റുന്നത്, അന്ന് മുതൽ നമുക്ക് മാറ്റമുണ്ടാകും. അന്ന് മുതൽ നമ്മൾ ശരിയായി കഴിഞ്ഞു, മാറ്റമൊന്നും വേണ്ട, ശരിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. ആ വേർഡ് ശരിക്കും നിങ്ങൾ എഴുതി വെച്ചോ. ഷിഫ്റ്റ് ഫ്രം. നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു, കാരണം കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ എന്റെ കൂടെ കൂടിയപ്പോ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് മെന്റാലിറ്റിയിലായി. അത്രയും ഫീൽഡ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത്രയും ഉണ്ടോ, എങ്ങനെ ഫീഡ്. ഇതൊരു നിമിഷത്തിൽ നിങ്ങൾ തൊടുമ്പോൾ നിങ്ങൾക്ക് അറിയും, ആഹാ ഇതൊക്കെ ഞാൻ എന്നാണ് പഠിച്ചത്.
നിങ്ങൾ മറ്റൊരു ഫ്രണ്ടിനോട് പോയി പറയുമ്പോൾ അവര് പറയും ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചടേ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയും. കാരണം നിങ്ങൾ അറിയാതെ ഈ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനർഹ നിർഹളമായി തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ആ രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അത് ഞാൻ എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് സമ്പാദിച്ചു വന്നത് അത് നിങ്ങളിലേക്ക് പകരുന്നു. ഇനി നിങ്ങൾ മറ്റുള്ളവരിലേക്കും പകരുക എന്ന് മാത്രമാണ്. ആ വാക്ക് ഷിഫ്റ്റ് ഫ്രം യുവർ വിക്ടിം മെന്റാലിറ്റി ടു ക്രിയേറ്റർ മെന്റാലിറ്റി മറക്കാതിരിക്കുക. എനിക്ക് തോന്നുന്നത് ഇത്രയും കാര്യങ്ങൾ മതി എന്ന് തോന്നുന്നു. ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ കൺക്ലൂഡ് ചെയ്യാം അല്ലെ. വളരെ നിർബന്ധമായ ഒരു പോയിന്റാണ്. ആ പോയിന്റിന്റെ കാര്യം പറയാമോ? ആർക്കും പറയാമോ? ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു സാധനമില്ലെങ്കിൽ ഇത് നടക്കുമോ? ആ പോയിന്റ് ഇന്നലെ എന്റെ ചെയ്ത അതേ പോയിന്റ് ഇന്നും എന്റെ ചെയ്യാണ്. അതിന് ഒരു സാധനം വേണം. അതൊക്കെ വേണം, ഇതൊക്കെ വേണം, ഇതൊക്കെ വേണം. ആ ബി കെ സരിത പറഞ്ഞ ആ റിപ്പീറ്റ് പേര് മാറ്റി പറഞ്ഞ് അതിന് വേറൊരു വേർഡ് നമ്മൾ ഉപയോഗിക്കും. അത് മറക്കരുത്, അതൊരിക്കലും മറക്കരുത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്തെങ്കിലും എനിക്കാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ പോയിന്റിൽ വിളിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. എല്ലാ ദിവസവും ഞാനത് ചെയ്യും. കൺസിസ്റ്റൻസി ഇൻ പ്രാക്ടീസ് ഒരിക്കലും മറക്കരുത്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ എന്ത് ചെയ്തോളൂ, കൺസിസ്റ്റൻസി ഇൻ പ്രാക്ടീസ് മറന്നാൽ ആവാൻ സാധിക്കില്ല. ഏത് വിഷയങ്ങളെ പറ്റിയിട്ടും നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോഴും എന്ത് നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോഴും ആവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ മാത്രമേ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ നമുക്ക് സാധിക്കുള്ളൂ എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയാണ് ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ ഒരു കോഴ്സിന് പോലും ടൈം ഗ്യാപ്പ് ഇല്ലാത്തത്. ടൈം ഗ്യാപ്പ് ഒരു കോഴ്സിന് പോലും ഇല്ല. നിങ്ങൾ ഒരു പ്രാവശ്യം വന്നാൽ പൈസയുടെ കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇത് എൻഡ് ചെയ്യുന്ന ദിവസം എത്രയാണെന്നുള്ള കണക്കില്ല. അത് ഞാൻ വളരെ നിർബന്ധപൂർവം ചെയ്യുകയാണ്. ഒരു കാര്യത്തിലും ഇല്ലാതിരിക്കുക. ഇപ്പോൾ ഞാൻ ഒന്ന് കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർ, ഇപ്പോൾ എൻ്റെ യൂട്യൂബ് കാണുന്ന ആൾക്കാരിൽ 60% ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ എന്ന് അറിയിക്കുകയാണ്. ബാക്കി 40% സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഈ ചാനൽ ഇപ്പോൾ നമ്മളിവിടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിൽ ആ ആൾക്കാർ യൂട്യൂബ് യൂട്യൂബ് ചാനലിലേക്ക് വെറും 60% ആൾക്കാർ മാത്രമേ യൂട്യൂബ് വീഡിയോ കാണുന്നുള്ളൂ. കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നറിയുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ സബ്സ്ക്രൈബ് ചെയ്യരുത്, സ്പാം ആയി പോകും. മിനിമം 5 മിനിറ്റ് എങ്കിലും വീഡിയോ കാണുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അവിടെ ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 14,000-ൽ പരം ആൾക്കാരാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഒരു മാസം കൊണ്ടുണ്ടായത് എന്ന് മറക്കരുത്. ഇപ്പൊ 25-ൽ മുകളിലെത്തിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ. അപ്പൊ എന്നിട്ടും 60% ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ എല്ലാവരും വെച്ചാൽ ഒരുപാടിലെത്താൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്ന യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്യാനും അവരോടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രിപ്ഷൻ ബട്ടൺ എനേബിൾ അടിക്കാനും ബെൽ ബട്ടൺ അടിക്കാനും മറക്കാതിരിക്കുക. നാളെ രാവിലെ, ഓരോ ദിവസവും രാവിലെ വരുന്ന വീഡിയോ അന്നേരം കിട്ടും. ഇപ്പോൾ എല്ലാവർക്കും ഈ ഗുണങ്ങൾ ഉണ്ടാവട്ടെ, ഒരാൾ പറഞ്ഞ പോലെ എല്ലാവർക്കും ഗുണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ ഉപസംഹരിക്കുന്നു. കൂടുതൽ നിങ്ങളിലെ ഉദ്ദീപനങ്ങൾക്ക് ചിന്തോദ്ദീപനമായ ഒരു ദിവസം കൂടി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഉറക്കം ഞെട്ടി ഉണരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഉറക്കത്തിൽ തന്നെ ചിന്തിക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ മാറ്റപ്പെടാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.